സൂപ്പർ ഡാൻസർ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് മാളവിക കൃഷ്ണദാസ്. എന്നാൽ പ്രേക്ഷകർ മാളവികയെ ഏറ്റെടുത്തത് നായികൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ്. നായികനിലെ മത്സരാർത്ഥിയായ തേജസിനെയാണ് മാളവിക വിവാഹം ചെയ്തത്. തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് മാളവിക തന്നെയാണ് യൂട്യൂബ് വീഡിയോയിലൂടെ ആരാധകരെ അറിയിച്ചത്. വിവാഹ ഒരുക്കങ്ങളും വിവാഹദിനത്തിലെ വിശേഷങ്ങളുമെല്ലാം വ്ലോഗിലൂടെ പ്രേക്ഷകരുമായി താരം പങ്കുവച്ചിരുന്നു. വിവാഹശേഷം ഇരുവരും തായ്ലാൻഡിലേക്ക് പോയിരുന്നു. തായ്ലാൻഡ് യാത്രയിലെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വൈറലായിരുന്നു. തേജസും മാളവികയും ഒരുമിച്ചുള്ള വീഡിയോകൾ എല്ലാം തന്നെ ഹിറ്റാണ്. നായികനിൽ മത്സരാർത്ഥിയായിരുന്നുവെങ്കിലും തേജസ് ഇപ്പോൾ മർച്ചന്റ് നേവി ജോലി തന്നെയാണ് ചെയ്യുന്നത്. നായികൻ റിയാലിറ്റി ഷോ അവസാനിച്ച ശേഷം തേജസ് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. വിവാഹത്തിനു ശേഷം കുറച്ചുനാൾ മാത്രമേ തേജസിന് നാട്ടിൽ മാളവികയ്ക്കൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഷിപ്പിലാണ് ജോലി എന്നതുകൊണ്ട് തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളും പിറന്നാൾ അടക്കമുള്ള ആഘോഷങ്ങളും അക്കരെ ഇക്കരെ നിന്ന് വെർച്വലായിട്ടാണ് കഴിഞ്ഞ 5 മാസവും തേജസും മാളവികയും ആഘോഷിച്ചത്. ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകാറില്ലെന്നും മാളവിക പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ 5 മാസത്തെ കടൽ ജീവിതത്തിനു ശേഷം തേജസ് തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ്. കൊച്ചിയിലാണ് തേജസ് വന്നിറങ്ങിയത്. മാളവികയും അമ്മയും ബന്ധുക്കളും തേജസിനെ കൂട്ടാനായി പോയിരുന്നു. റോസാപ്പൂക്കൾ നിറച്ച ബൊക്കയുമായി ചേർന്ന് പ്രണയാർദ്രമായ ഒരു സ്വീകരണമാണ് തേജസിന് മാളവിക നൽകിയത്. ആദ്യം നിറയെ ബലൂണുകളുമായി എയർപോർട്ടിൽ വരാനാണ് തീരുമാനിച്ചതെന്നും എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റിയെന്നുമായിരുന്നു മാളവിക പറയുന്നത്. എന്തെന്നില്ലാത്ത സന്തോഷവും പ്രസരിപ്പും മാളവികയുടെ മുഖത്തുണ്ടായിരുന്നു. മനസ്സ് അതിയായ ആഹ്ലാദത്തിലാണെന്ന് മാളവികയും വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്. തേജസ് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നുവെന്നാണ് അമ്മയോട് മാളവിക ചോദിച്ചത്. ഇനി കുറച്ചുനാൾ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, നിന്റെ പുറകെ ഓടാൻ ആളായല്ലോ എന്നായിരുന്നു മാളവികയുടെ അമ്മയുടെ മറുപടി. കാരണം ഷൂട്ടടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും മാളവികയ്ക്കൊപ്പം അമ്മയാണ് തേജസ് ഒപ്പമില്ലാത്തതിനാൽ പോയിരുന്നത്. താൻ മെലിഞ്ഞുവെന്നടക്കമുള്ള സങ്കടം തേജസ് പറയുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ അത്ര ക്ഷണം തോന്നുന്നില്ലെന്നും മുടിയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ സുന്ദരനാകുമെന്നും തേജസിനെ ആശ്വസിപ്പിച്ച് മാളവിക പറയുന്നുണ്ട്. വളരെ ചെറിയൊരു വീഡിയോയാണ് തേജസിന്റെ വരവുമായി ബന്ധപ്പെട്ട് മാളവിക പങ്കുവച്ചത്. ഇനി അങ്ങോട്ട് നിരവധി അടിപൊളി വീഡിയോകളുമായി തങ്ങൾ എത്തുമെന്ന് പറഞ്ഞാണ് പുതിയ വീഡിയോ മാളവികയും തേജസും അവസാനിപ്പിച്ചത്. വീണ്ടും തേജസ് മാളവിക കോംബോ കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് ആരാധകർ. സന്തോഷമായി അടിച്ചു പൊളിക്ക് രണ്ടാളും. മാളുവിന്റെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞു എന്നെല്ലാമാണ് കമന്റുകൾ വരുന്നത്.